Assalamualaikum, welcome back to our channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. കുറേ നാളായില്ലേ നമ്മുടെ ചാനലിനകത്ത് റെസിപ്പീസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. സോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഗ്രിൽഡ് ചിക്കൻ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ മയണൈസും അമൂസും എങ്ങനെയാണ് ചെയ്യാന്നുള്ള റെസിപ്പിയും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സംഭവം നമുക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗ്രീൻ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു സവോള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വലിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഒരു വലിയ സ്പൂൺ കുരുമുളകും പിന്നെ അതുപോലെ തന്നെ വലിയ സ്പൂൺ പെരുംജീരകവുമാണ്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതൊന്നൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസിനെയും ഒന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പണി എന്ന് പറയാനായിട്ട്. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3-4 വലിയ സ്പൂൺ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിൽ അപ്ലൈ ചെയ്തിട്ട് അതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ചിക്കൻ നന്നായി കഴുകിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വരണ്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ട കേട്ടോ ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിട്ട് ഒരു 30 മിനിറ്റ് എങ്കിലും മിനിമം ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1 അവർ ആയാലും കുഴപ്പമില്ല. അത്രയും കൂടുതൽ വെക്കുന്നതിനനുസരിച്ച് അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്കിതെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കോംബോ ആയിട്ടുള്ള മയണൈസും അമൂസും റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3-4 കുഞ്ഞ് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങനീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ഇടുന്നത് 2 മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ മുട്ടയുടെ വെള്ള എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ വെളുത്തുള്ളി എടുക്കാനായിട്ട്. അപ്പോൾ 2 മുട്ടയുടെ വെള്ളം എടുത്തപ്പോഴത്തേനും നല്ല 2 വലിയ വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളിയുടെ സൈസ് ചെറുതായതുകൊണ്ടാണ് 3-4 എണ്ണം എടുത്തത്. എന്നിട്ട് അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് ഒന്നും കൂടിയും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു തിക്നെസ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആവുന്നത് വരെ എന്ത് ചെയ്യണം, അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് തിക്നെസ്സിൽ ഈ ഒരു മയണൈസിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ.
അപ്പോൾ നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഇതിനകത്ത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളിയും അതുപോലെ തന്നെ എഗ് വൈറ്റിൻ്റെയും ക്വാണ്ടിറ്റി സെയിം ആയിട്ട് എടുത്താൽ മതി. അല്ലാതെ വരുമ്പോഴാണ് ഈ തിക്നെസ്സിൻ്റെ പ്രശ്നം വന്നിട്ട് ഇത് ഫ്ലോപ്പായി പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ സാധാരണ ഒരു ഫാമിലിക്കൊക്കെ കഴിക്കാനായിട്ട് നമുക്കൊരു വെളുത്തുള്ളിയും ഒരു എഗ് വൈറ്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഞാൻ ഹമ്മൂസ് എങ്ങനെ ചെയ്യാന്നുള്ളതും കൂടി പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെള്ളക്കടലയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ തഹീന പേസ്റ്റും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇവിടെ ഞാൻ വെള്ളക്കടല വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ. പിന്നെ അതുപോലെ തന്നെ തഹീനൻ്റെ പേസ്റ്റ് നമ്മൾ വാങ്ങിച്ചതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് കളറിലുള്ള എള്ളുണ്ടല്ലോ, അതൊന്ന് കുറച്ച് നേരം വെള്ളത്തിനകത്ത് കുതിർത്തിട്ട് അതിനൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തഹീന പേസ്റ്റ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഹമ്മൂസ് റെഡിയാക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അരച്ചെടുക്കുന്നത് ഈ വെള്ളക്കടലയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും, ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഇട്ടിട്ടാണ് ഫസ്റ്റ് നമ്മളൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നത്. ഇനി ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തഹീന ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടിയും ഇതിനൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഹമ്മൂസ് നല്ല അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു നാരങ്ങയുടെ നീരുണ്ടല്ലോ അതൊന്ന് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമുക്ക് ഒലിവ് ഓയിൽ ഉണ്ടല്ലോ അതൊന്ന് മൊത്തത്തിലൊന്ന് അതിൻ്റെ മേലൊന്ന് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള 3 റെസിപ്പീസാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അടിപൊളി ഡിന്നർ കോംബോ ആണ് നമുക്ക് ഈ ഒരു ഗ്രീൻ ഗ്രിൽഡും മയണൈസും ഹമ്മൂസും എന്നൊക്കെ പറയുന്നത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എന്നും പറയാറുള്ള പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ സീ യു വിത്ത് അനദർ വൺ ആൻഡ് ടിൽ ദെൻ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.